ഓഫീസിൽ പൊതുവെ ഒരു സംസാരമുണ്ട്, സമയം 6:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന്. അതെ, 6:30 മണി ആയിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഇറങ്ങും കേട്ടോ. കാരണം ഒരു ദിവസം നമ്മൾ ഓഫീസിന് വേണ്ടി പറഞ്ഞേക്കുന്നൊരു സമയമുണ്ട്. 9 to 6:30 ആണ് എൻ്റെ ടൈം. ആ 9 to 6:30 ഐ ഹാവ് ടു ബി ദയർ ഇൻ ദ ഓഫീസ്. അത് കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുമ്പോഴത്തേക്കും അതെൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അതിൽ ഒരു രീതിയിലുള്ളൊരു എക്സ്ക്യൂസും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 6:30 ആകുമ്പോഴത്തേക്കും നേരെ ഇറങ്ങി ബസ് കയറി വേണം എനിക്ക് വരാനായിട്ട് കേട്ടോ. വന്നു കഴിഞ്ഞൊന്ന് ഫ്രഷായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ട്, ചിക്കനും കൂടെ ചേർത്ത് ഒരു ചിക്കൻ ചീസ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, എന്തോ ഒരു റീസൺ കൊണ്ട് എനിക്കിന്ന് ചെറിയ രീതിയിലൊരു മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തലയുടെ 2 സൈഡും ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു ചിക്കൻ ചീസ് സാൻഡ്വിച്ച് മാറ്റിയിട്ട് അനിയൻ ചില്ലി സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അനാനഗറിൽ ഒരു സ്ട്രീറ്റ്, എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്ക് കുറച്ച് സവാളയും കുറച്ച് ചീസും കുറച്ച് പച്ചമുളകും ഉണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അത് കൂടെ കഴിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹോട്ട് ആൻഡ് സ്പൈസിയാ സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ് ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട് കുറച്ച് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി. പിന്നെ കിച്ചണിലൊക്കെ ഒന്ന് കയറി ക്ലീനൊക്കെ ചെയ്ത്, എടുത്ത പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ രാവിലത്തെ കുക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ഡിന്നറും എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഡാഡി വരാനായിട്ട് സമയം കുറച്ചുകൂടെ താമസിക്കും. ഞാൻ സായിമയ്ക്കും കൊടുത്തിട്ട് നല്ലൊരു കട്ടൻ ചായ ഇട്ടു കേട്ടോ. നല്ല രീതിയിൽ അപ്പോഴത്തേക്കും തലവേദന ഇങ്ങനെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സായിമയ്ക്ക് ഡിന്നറൊക്കെ എടുത്ത് കൊടുത്ത് കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ തലവേദന വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, മരുന്ന് കഴിക്കാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും തലവേദന കൊണ്ടുപോയി.